നമസ്കാരം. ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ഞങ്ങൾ സഞ്ചരിക്കുന്നത് ട്രെയിനിലോ ബസ്സിലോ അല്ല. ഇന്ത്യയിലെ ആദ്യത്തെ മോണോ റെയിലായ മുംബൈ മോണോ റെയിലാണ് ഇന്ന് ഞങ്ങൾ കയറാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പം എന്താ പറയുക മുംബൈ CST ഭാഗത്തു നിന്നാണ് നടന്നു വരുന്നത്. ഇനിയിപ്പോൾ പോകുന്നത് ചർച്ച് ഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അതായത് നമ്മുടെ ഈ ഒരു മോണോ റെയിലിൻ്റെ നിയറസ്റ്റ് ആയിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ, അതായത് മോണോ റെയിൽ സ്റ്റേഷൻ അത് ഈ ഒരു ഭാഗത്തൊന്നുമില്ല. അത് മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തിൻ്റെ അടുത്താണ് ആ ഒരു മോണോ റെയിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എത്തണമല്ലോ മഹാലക്ഷ്മി. ആ മഹാലക്ഷ്മിയിലേക്ക് എത്തണമെങ്കിൽ നമ്മളിവിടുത്തെ ചർച്ച് ഗേറ്റിൽ നിന്ന് നമ്മുടെ ലോക്കൽ ട്രെയിൻ സബർബൻ ട്രെയിൻ കയറിയിട്ട് മഹാലക്ഷ്മി എത്തണം. അവിടെ എത്തിയ ശേഷം നമുക്ക് ആ ഒരു മോണോ റെയിലിൻ്റെ സ്റ്റേഷനും ആ യാത്രയും എല്ലാം നല്ല രീതിയിൽ തന്നെ കാണാം. അപ്പോൾ നമ്മളിനിപ്പോൾ നേരെ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തട്ടെ. ഡബിൾ ഡെക്കർ ബസ്. ഇപ്പം സമയം 11:35. നല്ല തിരക്കുണ്ട് വണ്ടിയിലൊക്കെ. റോഡിലൊക്കെ എന്താ ട്രാഫിക്. നമുക്കിനി ഒരു 400 മീറ്ററും കൂടെ നടക്കാനുണ്ട്. ചർച്ച് ഗേറ്റിൽ നിന്ന് മഹാലക്ഷ്മി റെയിൽവേ സ്റ്റേഷനിലേക്ക് ലോക്കൽ ട്രെയിൻ കയറി ഒരാൾക്ക് 5 രൂപയാണ്. ഇത് ഇപ്പോൾ മുംബൈ സെൻട്രൽ ലോക്കൽ സ്റ്റേഷനിൽ ഇത് നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. മുംബൈ സെൻട്രൽ. ഇവിടെ നിന്നും നമ്മുടെ വണ്ടി എടുത്ത് അടുത്തതാണ് നമ്മൾക്ക് ഇറങ്ങേണ്ട മഹാലക്ഷ്മി സ്റ്റേഷൻ വരുന്നത്. മഹാലക്ഷ്മി റെയിൽവേ സ്റ്റേഷനോട് അടുക്കുകയാണ്. ആ സമയത്ത് കാണുന്ന ഒരു കാഴ്ചകളാണിത്. വമ്പം കെട്ടിട സമുച്ചയങ്ങൾ. കർണാവതി എക്സ്പ്രസ് അഹമ്മദാബാദ് മുംബൈ സെൻട്രൽ. മഹാലക്ഷ്മി സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ ഇതാ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്കിനി ഇറങ്ങേണ്ടത്. മഹാലക്ഷ്മി സ്റ്റേഷനിൽ ഇറങ്ങിയവിടും ഇവിടെ ഇങ്ങനെ ഒരു ഇതൊക്കെ കാണും. ഇവിടുന്ന് നേരെ റൈറ്റിലേക്കാണ് വരുന്നത്. ഈ കെട്ടിടങ്ങളൊക്കെ കാണും. ഈ പാലം വഴിയാണ് നമുക്കിനി പോകാനുള്ളത്. നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ മോണോ റെയിൽ സ്റ്റേഷൻ സെന്റ് ഗാഡ്ഗെ മഹാരാജ് ചൗക്ക് എന്ന് പറഞ്ഞൊരു മോണോ റെയിൽ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. 700 മീറ്റർ ഉണ്ട് പോവാൻ. ഗൂഗിൾ മാപ്പ് വെച്ചിട്ടുണ്ട്. നല്ല വഴി കാണിച്ചിട്ടുണ്ട്. നടന്നു പോവാം. താഴേതാ ലോക്കൽ ട്രെയിൻ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് ധോബിഘട്ട് ഉള്ളത്. മെയിൻ അലക്ക് കേന്ദ്രമാണ്. അത് ഈ ഒരു ഭാഗത്താണ് ഉള്ളത്. അതൊക്കെ ഞങ്ങൾ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയി കാണുക. അപ്പോൾ നമുക്ക് നേരെ 750 മീറ്റർ നടന്നിട്ട് മോണോ റെയിൽ സ്റ്റേഷനിലേക്ക് പോവാം. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞു. നല്ല വെയിൽ വന്നു തുടങ്ങി. ഇവിടെ എപ്പോഴും ഈ ടൈമിൽ ബ്ലോക്ക് തന്നെയാണ്. ആ ഭാഗത്ത് മുഴുവൻ കെട്ടിടങ്ങൾ തന്നെയാണ്. ഇവിടെയോ അതെ. മഹാലക്ഷ്മി റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഈ ഒരു ധോബിഘട്ട് അലക്ക് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. എത്ര ലക്ഷക്കണക്കിന് തുണികളാണ് ഒരു ദിവസം ഇവിടെ നിന്ന് തന്നെ വാഷ് ചെയ്യുന്നത്. അതെ, ഇതിന്റെ വീഡിയോ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു 2.5 വർഷം മുന്നേ. അപ്പം നമുക്ക് ഇതുവഴിയാണ് പോകേണ്ടത്. അപ്പം ആ ഒരു പോകുന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ച ആയതുകൊണ്ട് അതും പകർത്താന്ന് കരുതി. തീർച്ചയായും നമുക്ക് ഇതുവഴി തന്നെയാണ്. നേരത്തെ കാണിച്ച ധോബിഘട്ടൊക്കെ എവിടെയാണ്. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ബോർഡുണ്ട്. സെന്റ് ഗാഡ്ഗെ മഹാരാജ് ചൗക്ക് മോണോ റെയിൽ സ്റ്റേഷൻ. നേരെ പോയിട്ട് ലെഫ്റ്റിലേക്ക്. ഇവിടുന്ന് ഒരു ലെഫ്റ്റ് തെറ്റാനുണ്ട് നമുക്ക്. ആ ഒരു മോണോ റെയിൽ സ്റ്റേഷൻ അവിടെയാണ്. അതിന് പുറമെ തന്നെ ഇവിടേക്ക് എന്തൊക്കെയോ വർക്കൊക്കെ ഉണ്ട്. എനിക്കൊന്ന് മിക്കവാറും ഇതിന്റെ കൺസ്ട്രക്ഷൻ ഭാഗമായിട്ടാണ് തോന്നുന്നു. അവിടെ അതിന്റെ ഇതുകൊണ്ട് എഴുതിയിട്ടുണ്ട് MMRDA എന്ന് പറഞ്ഞാൽ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി എന്നാണ്. അതിന്റെ കീഴിലാണ് ഈ മോണോ റെയിലൊക്കെ ഉള്ളത് കേട്ടോ. അതെ. പിന്നെ നേരെ ഇനിയിപ്പോ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവാം. ഇപ്പൊ ഇവിടം വരെ ഉള്ളൂ. ഇത് ഈ കാണുന്ന ഇതില്ലേ, അതിലൂടെയാണ് നമ്മുടെ ആ ഒരു മോണോ റെയിലിന്റെ അത് പോവുക. നല്ലൊരു രസമാണ് സ്റ്റേഷൻ. അത് അവിടെ ശരിക്കും നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ
മെട്രോന്റെ ആ ബ്രിഡ്ജിൽ നിന്ന് വളരെയധികം ഡിഫറെന്റ് ആണ് കേട്ടോ. മെട്രോ എന്ന് പറയാനില്ല, നമ്മൾ പറയുമ്പോൾ തന്നെ നേരത്തെ ഉണ്ടാവും മെട്രോ റെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നേരം മിസ്റ്റേക്ക് വന്നു, കാരണം അങ്ങനെ പറഞ്ഞു പോവുള്ളൂ. ഒരുപാട് വ്യത്യാസമാണ് മോണോ റെയിൽ. സന്ത് ഗാഡ്ഗെ മഹാരാജ് ചൗക്ക് മോണോറെയിൽ സ്റ്റേഷൻ. ഇവിടെ തന്നെ ഒരു പള്ളിയുണ്ട് ഇതാ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ട്. അപ്പോൾ സ്റ്റേഷനിലേക്ക് അതുവഴി സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്പ് വഴി കയറിപ്പോ. സ്റ്റേഷൻ്റെ പുറത്തെ കാഴ്ചകൾ ഇതൊക്കെയാണിത്. ഒരു കൂട്ടം പ്രാവും കൂട്ടങ്ങൾ ഇതാ. നമ്മൾ അധികം നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ അതെല്ലാം പാറിപ്പോവും. അവിടെ നിന്ന് നിന്നട്ടെ. നമ്മളിനിപ്പോൾ സ്റ്റെപ്പ് കയറി പോവുകയാണ്. ഈ മോണോറെയിലിനെ കുറിച്ചിട്ട് ഇതിൻ്റെ ടിക്കറ്റിംഗ് എങ്ങനെയാണ്, ഇതിൻ്റെ ഈ ഒരു മോണോറെയിലൊക്കെ ടൈമിംഗ് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് ഒരു ABC ഞങ്ങൾക്ക് അറിയില്ല. അതൊക്കെ ഞങ്ങൾക്ക് എന്താ പറയാ, നമുക്ക് അതിനകത്തോട്ട് കയറിയിട്ട് നോക്കാം. ഫസ്റ്റ് ടൈം ആണല്ലോ. ഇപ്പൊ ഇതില് ഉണ്ടാവോന്ന് തന്നെ ഡൗട്ടാ. നോക്കാം നമുക്ക്. ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മുടെ മുംബൈ ലോക്കലോ അല്ലെങ്കിൽ മെട്രോന്റെ അത്രയൊന്നും ആൾക്കാർ ഇവിടെ കാണുന്നില്ലല്ലോ. ആരുമില്ല. താഴെ നോക്കുമ്പോ തന്നെ ഇതിന്റെ അകത്ത് നോക്കുമ്പോ ആരും കണ്ടില്ല. മോണോറെയിലിന്റെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ചെക്കിനൊക്കെ വരുന്നത് അങ്ങോട്ടാണ്. ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ. മുംബൈ മോണോറെയിലിൻ്റെ ഒരു സ്റ്റേഷൻ, അതായത് മേലെ കയറിയിരിക്കുകയാണ്. ഇതാ ഇവിടെ മുംബൈ മോണോറെയിൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കയറാം. ഇത് പോയാൽ പിന്നെ ഇപ്പോഴേ വരും തോന്നില്ല. പിറകിൽ കയറാം അല്ലേ. തിരക്കേ ഇല്ല. നമ്മൾ പെട്ടെന്ന് കയറി ഉടനെ തന്നെ വണ്ടി എടുത്ത് ഇതിൻ്റെ ഏറ്റവും പുറകുന്നുള്ളൊരു വ്യൂ ആണ്. ഞങ്ങൾ പറഞ്ഞില്ലേ ആ ഒരു ഇതിൻ്റെ മുകളിലൂടെയാണ് ഇത് പോകുന്നത്. ഫുള്ളി AC ആണ് വണ്ടി, AC ആണ്. അതിൻ്റെ റൂട്ട് മാപ്പൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന് വരുന്ന ടിക്കറ്റ് ഇങ്ങനെയാണ്. സാധാരണ നമ്മളെ മെട്രോയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെയാണ്. ഒരാൾക്ക് 40 രൂപയാണ് ആയത്. അതായത് ഞങ്ങളിപ്പോൾ പോകുന്നത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ എൻഡിങ് പോയിന്റ് വരെ. എൻഡിങ് പോയിന്റ് വരുന്നത് വെച്ചാൽ ചെമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ വരെ നമ്മൾ പോകുന്നുണ്ട് 40 രൂപ. അതായത് ഇതിന്റെ ഏറ്റവും മിനിമം, ഏറ്റവും പൈസ കുറഞ്ഞ പൈസ എന്ന് പറഞ്ഞാൽ 5 രൂപയാണ്. ഏറ്റവും കൂടിയ പൈസ 40 രൂപ. കാരണം നമ്മൾ ഫുൾ സ്ട്രെച്ച് പോകുന്നുണ്ടല്ലോ. ഒരു സ്റ്റേഷൻ എത്തിയിട്ട് ലോവർ പാരൽ. യെസ്, ഇത് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ തുറക്കും. ഇവിടെ മെട്രോ എല്ലാം അതിൻ്റെ ഇതേപോലെ തന്നെയാണ്. RRTSലൊക്കെ നമ്മൾ പോയല്ലോ. ഡോറ് ഇപ്പോൾ തുറക്കും. യെസ്, തുറന്ന ആൾക്കാർ കയറുന്നുണ്ട്. വളഞ്ഞു പോവുക. സ്പീഡ് കൂടുന്നുണ്ട്. കായലേ കൂടെ ഇവിടെ നോർമലി ട്രെയിൻ പോകുന്നത്. കെട്ടിടങ്ങളാണ് ഈ കാണുന്നത്. നല്ല സ്ഥലത്തേ കൂടെ ഉണ്ട് ഇതെന്തായാലും പോകുന്നത്. പക്ഷെ കുറച്ചും കൂടെ ആൾക്കാരും കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടിപൊളിയായല്ലേ. അത് വേറെ കാര്യം. പിന്നെ നമ്മൾ ചെറിയ യാത്ര ചെറിയൊരു ജെർക്കിംഗ് ഉണ്ട്. നല്ല രീതിയിൽ ജെർക്കിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞു നല്ല കുലുക്ക് നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ വ്യൂ ഒക്കെ അടിപൊളിയാണല്ലേ. പിന്നെ AC ആണെന്ന് പറഞ്ഞു. പിന്നെ എല്ലായിടത്തും നല്ല ലൈറ്റൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ട്യൂബ് തന്നെയാണ്, LED എന്നല്ല. എനിക്ക് ഇവിടുന്ന് കാണാനാ അടിപൊളിയായിട്ട് തോന്നുന്നത്. നല്ല വ്യൂ ഇവിടുന്നാണ് കിട്ടുന്നത്. വേറൊരു സ്റ്റേഷനായത്. ആ സ്റ്റേഷൻ ഇപ്പൊ 2 സ്റ്റേഷൻ കഴിഞ്ഞ്. ഇതിന്റെ മറ്റൊരു ട്രെയിൻ ഇത് അങ്ങോട്ട് പോകുന്നതാ. ആര് പറഞ്ഞു ഇതിൽ ആൾക്കാരൊന്നും കയറുന്നില്ല? നല്ല ആൾക്കാർ കയറുന്നുണ്ട് ഇവിടുന്ന്. വണ്ടിയൊക്കെ ഏകദേശം സീറ്റൊക്കെ ഫുള്ളായി. ആൾക്കാരെല്ലാം നല്ല രീതിയിൽ കയറുന്നുണ്ട്. പിന്നെ സ്റ്റേഷനിലൊക്കെ നല്ല രീതിയിൽ നീറ്റാണ്. നല്ല സ്റ്റേഷൻ കണ്ട, ക്ലീനിങ് ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേഷനിൽ വണ്ടി എടുത്തു. വളഞ്ഞു പോകുന്നുണ്ട്. വലിയ വലിയ കെട്ടിടങ്ങള്, അതിലേക്കൂടെ റോഡ്, ചില പഴയ ബിൽഡിങ്ങുകളാണ്. ഇതൊക്കെ വളരെ പഴയ ബിൽഡിങ്ങാണ്.
ഇതേപോലത്തെ ഒരൊറ്റ ഇതിലൂടെയാണ് ഇത് പോകുന്നത്. അടുത്തൊരു സ്റ്റേഷനിലെത്താനായി. ഇതിൻ്റെ ഇവിടെ പുറകിൽ ഇതിൻ്റെ എന്താ പറയാ ആളൊന്നും ഇല്ല കേട്ടോ, വേറെ ഫ്രണ്ടിന് മാത്രമേ ഉള്ളൂ. അടുത്തൊരു സ്ഥലത്തെത്തി. ഇതിന്റെ സീറ്റിംഗ് ഒക്കെ ഇങ്ങനെ വരുന്നത്, കുഷ്യനൊന്നല്ല, പ്ലാസ്റ്റിക്കാണ്. ആ ഒരു ഭാഗത്തേക്കുള്ളത് എല്ലാ സീറ്റും അതുപോലെ തന്നെ. നടുക്കൊക്കെ ഉണ്ട് സീറ്റുകളൊക്കെ. പിന്നെ ഇതിൽ ഭയങ്കര ഇളക്കം എന്ന് പറഞ്ഞില്ലേ, നമ്മൾ മെട്രോയിലൊക്കെ പോകുമ്പം കൈയൊക്കെ പിടിക്കാതൊക്കെ നമ്മൾ നിൽക്കുമല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷെ ഇത് അങ്ങനെ പോലും നിൽക്കാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, കൈ പിടിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെയൊക്കെ അടിച്ചു കിട്ടും. കാരണം അത്രയും ജെർക്കിങ് ഉണ്ട്. നമ്മളൊരു അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോയാലുള്ള ഒരു പ്രതീതി അല്ലേ, വണ്ടി വളയുമ്പോൾ. പിന്നെ ഇവിടെ 3 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. 3 പേർക്ക് മാത്രമേ ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അതിലൂടെ റോഡ് പോകുന്നുണ്ടതാ. അടുത്തൊരു സ്റ്റേഷനിലെത്തി. ഇതൊക്കെ താഴെ ഇതൊക്കെ വീടുകളാണ്. റോഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷനാണിത്. ഇവിടെയാണ് ചേരി മൊത്തം ഉള്ളത്. എന്തായാലേ എത്ര കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്നത്. അടുത്ത സ്റ്റേഷൻ വരുന്നത് അങ്ങനെ അവിടെയാണ്. വളഞ്ഞു പോയിന്. അയ്യോ, ഇതൊരു സംഭവം തന്നെ. ഇതാ നമ്മൾ വന്ന വഴി അതാണതാ. ഇതെന്തായാലും ഒരു സംഭവം തന്നെ, ഈ ഒരു ചേരി കാണുന്നത്. എത്ര കുടുംബങ്ങളല്ലേ. അടുത്ത സ്റ്റേഷൻ വഡാല ഡിപ്പോ. ഇത് വഡാല ഡിപ്പോ ആണ്. അവിടെ കണ്ടോ വേറൊരു മോണോറെയിൽ. ഇങ്ങനെ വളഞ്ഞു പോകും ഇതിലൂടെ. ഇവിടെ ക്ലിയർ ഇല്ല, ഇതിന് മൊത്തം എന്തൊക്കെയോ അതുകൊണ്ട് ഒരിത് കിട്ടുന്നില്ല. ചില ക്ലാസ്സൊക്കെ നല്ല വൃത്തിയുണ്ട്. മോണോറെയിൽ പോകുന്ന വഴി കണ്ട, അതായത് മുംബൈ നഗരത്തിൻ്റെ ഒരു പ്രാന്തപ്രദേശമാണല്ലോ ഈ ഒരു ചെമ്പൂരൊക്കെ. അതുകൊണ്ടാവാം ഈ ഒരു തിരക്കൊക്കെ ഇല്ലാത്തത്. കാരണം ഈ ഒരു മുംബൈ പോലെയുള്ള ഭയങ്കര തിരക്കേറിയ സ്ഥലത്തേക്ക് കൂടുതൽ കണക്ടിവിറ്റി ഇല്ലല്ലോ. പക്ഷെ എന്നിരുന്നാലും ഇത് നമ്മുടെ സെൻട്രൽ റെയിൽവേ ആയാലും വെസ്റ്റേൺ റെയിൽവേ ആയാലും ഇതിനൊരു കണക്ടിവിറ്റി ഉണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണല്ലോ മഹാലക്ഷ്മി ആ ഒരു ഭാഗത്ത് നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെമ്പൂര് ലോക്കൽ റെയിൽവേ സ്റ്റേഷനും നമ്മുടെ ഈ പറഞ്ഞ മോണോ റെയിൽ സ്റ്റേഷനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്, അടുത്ത് തന്നെയാണ്. പിന്നെ പറഞ്ഞ പോലെ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാല് നമ്മുടെ മുംബൈ CST അല്ലെങ്കിൽ മുംബൈ സെൻട്രൽ ആ ഒരു ഭാഗമൊക്കെ ആണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് മോണോ റെയിൽ ഉപകാരപ്പെടും ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ അധികം ആർക്കും ഉപകാരപ്പെടാതെ ഈ പോകുന്ന വഴി ഇങ്ങനെ ആയതുകൊണ്ട്. അതെ. മുംബൈയിലെ മൈസൂർ കോളനി, ഈ സ്റ്റേഷന്റെ പേര് അങ്ങനെയാണ്, മൈസൂർ കോളനി. ഇവിടുന്ന് വാതിലടച്ച് വണ്ടി എടുത്ത്. സ്റ്റേഷനൊക്കെ എല്ലാം നല്ല നീറ്റാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, തിരക്കൊന്നും ഇല്ലല്ലോ, ഞാൻ വൃത്തികേടാവില്ലല്ലോ. മൈസൂർ കോളനി ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണെന്ന് തോന്നുന്നു. ഈ ഭാഗം മൊത്തം ഫാക്ടറികളേ ഉള്ളൂ ഇവിടെ.
നമ്മളിപ്പോ ചെറുതായിട്ട് ഇറക്കം ഇങ്ങനെ ഇറങ്ങുന്നുണ്ടേ. നമുക്ക് പുറകിലേക്ക് നോക്കി ശരിക്കും മനസ്സിലാവും. ഈ ഒരു കോച്ചിൽ ഇത്രയും ആൾക്കാരുണ്ട് ഇപ്പൊ. ആകെ 4 കോച്ചും കണ്ടേ ഉള്ളൂ ഇതിന്. പിന്നെ അത്ര പോരെ അല്ലേ. അതുപോലെ തന്നെ നേരെ പിടിച്ചിരിക്കണം. ഒരു ജെർക്കിങ്ങിട്ടുകാരും പറഞ്ഞില്ലേ, നമ്മുടെ ഒരു സ്റ്റേഷൻ, ഇപ്പൊ നമ്മള് സ്റ്റാർട്ടിങ് ചെയ്ത ഒരു സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടുന്ന് നമ്മൾ കയറുമ്പോൾ തന്നെ ഈ ട്രെയിൻ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. അതിന് നമ്മൾ കയറിയില്ലാന്ന് കരുതിക്കോ, അടുത്ത മെട്രോ പോലെ അടുത്ത ട്രെയിനിൽ പോകാന്ന് വെച്ച്, അടുത്ത മോണോ റെയിലിൽ പോകാന്ന് വെച്ച് കാത്തുനിന്നാല് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 25 മിനിറ്റ് ഒക്കെ കാത്തിരിക്കേണ്ടി വരും. കാരണം ഓരോ മോണോ റെയിലും ഒരു 25-30 മിനിറ്റെല്ലാം ഇടവിട്ടിട്ടാണ് എന്താ പറയാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റേഷന്റെ പേര് ഭാരത് പെട്രോളിയം. അപ്പൊ നേരത്തെ നമ്മൾ അവിടെ കണ്ടില്ലേ ഇൻഡസ്ട്രിയൽ ഏരിയ പറഞ്ഞില്ല, അത് ആ ഒരു ഭാരത് പെട്രോളിയത്തിന്റെ ഇതാകാം. ഡോറൊക്കെ ക്ലോസ് ആയി. ഇവിടെ നിന്നും വണ്ടി എടുത്ത് ആ വണ്ടി പോയി. ഞങ്ങൾ കയറി അവിടുന്ന് 19 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ചെമ്പൂര് ഇതിന്റെ മോണോറെയിൽ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിനും എൻഡിങ് പോയിന്റിന്റെയും ഇടയിൽ 15 സ്റ്റോപ്പുകളാണ് ഈ മോണോറെയിലിനുള്ളത്. അതായത് മുംബൈ മോണോറെയിലിന് ടോട്ടൽ 17 സ്റ്റേഷനുകളുണ്ട്. ഇവിടെ ചെമ്പൂര് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റോഡൊക്കെ പോകുന്നത്. ചെമ്പൂർ ലാസ്റ്റ് സ്റ്റേഷൻ ചെമ്പൂര്. നിന്നോ. അപ്പോൾ ഈ ഒരു മോണോറെയിൽ നിന്നൊക്കെ ഇറങ്ങുവാണ് പുറത്തോട്ട്. നമ്മൾ വന്ന മോണോറെയിൽ ഇപ്പോൾ തിരിച്ച് മഹാലക്ഷ്മി ഭാഗത്തോട്ട് പോകും. ഇത് പോകുന്ന നമുക്കൊന്ന് കാണാം. 1:15 ഇവിടുന്ന് കറക്റ്റ് വണ്ടി എടുക്കുന്നത്. 4 കോച്ചുകളേ ഉള്ളൂ. മോണോറെയിൽ പോയി. നല്ല രസമില്ല ഇത് പോകുന്ന കാണാൻ. അതങ്ങനെ വളഞ്ഞു പോകുന്നതാ. നമ്മൾ വന്ന മോണോറെയിലിന്റെ റൂട്ട് ഇതാണ്. നമ്മൾ ഏറ്റവും മേലെ നിന്നാണ് വന്നത്. മഹാരാജ് ചൗക്ക്. ഇവിടുന്ന് വന്ന് ഇങ്ങനെ വന്ന് ചെമ്പൂര് ഇവിടം വരെ. അതിനിടയിലുള്ള ഫെയറൊക്കെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. 40 രൂപ, 30 രൂപ, 20 രൂപ, 10 രൂപ. ഇതിപ്പോ ഇവിടുന്ന് അവിടത്തോട്ടില്ല ഫെയറാണ്. നേരത്തെ 5 രൂപ ഉണ്ടായത്, ഏറ്റവും മിനിമം ഉണ്ടായതാണ്. ഇപ്പൊ 10 രൂപയായി. 10 രൂപയായി. ചെമ്പൂര് മോണോറെയിൽ സ്റ്റേഷൻ ഇനിയിപ്പോൾ നമ്മൾ പുറത്തിറങ്ങും. ഈ ഒരു മോണോറെയിൽ നല്ലൊരു യാത്രയായിരുന്നു. ഒരു മോശം അനുഭവം ഒന്നും ഉണ്ടായില്ല. ഇല്ലല്ല, നമ്മൾ ആദ്യമായിട്ട് കയറുന്നതാണല്ലോ. അതുപോലെ തന്നെ നമ്മൾ മോണോറെയിൽ, മുംബൈ മോണോറെയിൽ ഇന്ത്യയിലെ ഒരേ ഒരു എന്താ പറയാ മോണോറെയിലാണ്. നമ്മുടെ ലോകത്തിന്റെ മറ്റു ഒരുപാട് രാജ്യങ്ങളും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഈ മോണോറെയിൽ ഒക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ കോലാലംപൂരിലൊക്കെ ഉണ്ട്. മനു തീർച്ചയായും ഞാൻ അതിന്റെ ഒരു ഫോട്ടോ കണ്ടിട്ട്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറഞ്ഞത്. ചൈനയിലൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുംബൈ മോണോറെയിലെ കുറിച്ച് പറയുകയാണെങ്കിൽ 2014 ഫെബ്രുവരി 2 ഇത് ഉദ്ഘാടനം ചെയ്തത്. തുടക്കത്തിൽ നേരത്തെ ഞാൻ ആദ്യം പറയുന്നത് 5 രൂപയാണ് കുറഞ്ഞ നിരക്ക്. അത് തുടക്ക സമയത്താണ്. പിന്നീട് അത് 10 രൂപയായി മാറി. 10 രൂപ, 20 രൂപ, 30 രൂപ, 40 രൂപ ഇങ്ങനെയാണ് അതിന്റെ ഫെയർ വരുന്നത്. പിന്നെ ചെറിയ വണ്ടിയാണ്, ആ 4 കോച്ചുകൾ മാത്രമേ ഉള്ളൂ. അതിനകത്തുള്ള പ്രത്യേകതകൾ ജർക്കിംഗ് ഒക്കെ നമ്മൾ പറയുണ്ടായി. പിന്നെന്താ പറയാ, ഇതിന് ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിൽ മാത്രമല്ല അത് ഓടൂല. അതായിരിക്കാം ചിലപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ ജനശ്രദ്ധ നേടാത്തത്. അതായത് ആ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വണ്ടി ഉണ്ടാവണമെന്നില്ല എന്ന് വിചാരിച്ചിട്ട് അരമണിക്കൂറൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് വണ്ടി പോകുന്നത്. ആ ടൈമില് ലോക്കൽ ട്രെയിനല്ലോ സെക്കൻഡിനില്ലേ. മുംബൈയിൽ ലോക്കൽ ട്രെയിന് ഒരു ദിവസം 75 മുതൽ 78 ലക്ഷം വരെ ആൾക്കാരാണ് യാത്ര ചെയ്യുന്നത്. അതായത് മുംബൈന്റെ ഒരു ലൈഫ് ലൈൻ എന്ന് പറയാം ലോക്കൽ ട്രെയിനുകൾ. അത് മെട്രോ വരുവാണെങ്കിൽ 7 ലക്ഷം. മെട്രോ ഒക്കെ നമ്മളെ
ഛത്രപതി ശിവജി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ വഴിയൊക്കെയാണ് മെട്രോ ഒക്കെ പോകുന്നത്. അപ്പോൾ ആളുകൾക്ക് കൂടുതൽ ഉപകാരപ്പെടും. ചെമ്പൂര് മോണോറെയിൽ സ്റ്റേഷനിന്റെ മുകളിലാണ് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത്. ചെമ്പൂര് നമ്മുടെ ലോക്കൽ സ്റ്റേഷനില്ലേ നമുക്ക് സബർബൺ, അതിനാണ് നമ്മളിനിപ്പോൾ തിരിച്ച് CST ഭാഗത്തോട്ട് പോകുന്നത്. 900 മീറ്റർ ഉണ്ട് ഇവിടുന്ന്. നേരെ ഗൂഗിൾ മാപ്പൊക്കെ നവീൻ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. നേരെ ഇനി ലോക്കൽ ട്രെയിൻ കിട്ടുന്ന നമ്മുടെ നോർമൽ സ്റ്റേഷനിലോട്ട് പോകാം. മോണോ റെയിലിന്റെ സ്റ്റേഷനൊക്കെ ഇങ്ങനെ നടന്നു വന്നിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജ് വഴി നേരെ വരിക. പിന്നെ ഇവിടെ നേരെ ഇങ്ങോട്ടാണ് ചെമ്പൂര് നമ്മുടെ നോർമൽ സ്റ്റേഷനിലേക്കുള്ള ഇത് വഴി വരുന്നത്. കാരണം അവിടുന്ന് 900 മീറ്റർ ആണല്ലോ കറക്റ്റ് ഉള്ളത്. ഈ ചെമ്പൂര് എന്ന് പറഞ്ഞാൽ നമ്മുടെ CSTന്റെയും പനവേലിന്റെയും ഇടയിലാണ് കേട്ടോ വരുന്നത്. നമുക്ക് CST ഇപ്പോൾ പനവേലേക്ക് ലോക്കൽ ട്രെയിൻ പോകുന്നതിന്റെ ഇടയിൽ വരുന്ന സ്റ്റേഷനായിട്ട് കാണാം ചെമ്പൂര്. മിക്കവാറും നമ്മൾ കയറേണ്ടത് പനവേലിൽ നിന്ന് വരുന്ന ലോക്കൽ ട്രെയിൻ ആയിരിക്കും. ചെമ്പൂരിനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് CSTയിലേക്ക് വണ്ടി. ഏതാണുള്ളത് വെച്ചാൽ അതിന് കയറി പോവാം. ഇതേ ലോക്കൽ ട്രെയിൻ പോകുന്നതാ. അയ്യോ, ഇതിലൊക്കെ നല്ല തിരക്കുണ്ട്. വണ്ടിയിൽ നല്ല തിരക്കാ. അത് പോട്ടെ. ചെമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങി. ഇവിടെ ഇതാ വലിയൊരു നെയിമുണ്ട്, ചെമ്പൂര്. ഇനിയിപ്പോൾ ഇവിടുന്ന് CST ഭാഗത്തേക്കുള്ള ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 10 രൂപയാണ് ആയത്. ഇനിയിപ്പം നമുക്ക് ലോക്കൽ ട്രെയിനിൽ കയറി CST ഭാഗത്തേക്ക് പോകാം. നേരത്തെ ഒരു സബർബനെ കണ്ടില്ലേ, അത് പൻവേൽ ഭാഗത്തേക്കില്ല, അതിനത്രയും തിരക്ക്. അതുപോലെ തന്നെ നമ്മൾ CSTന്ന് യാത്ര ആരംഭിച്ച് CST തന്നെ പോകുന്ന വെച്ചാൽ ഈ മോണോറെയിൽ, മുംബൈ മോണോറെയിൽ, ഇന്ത്യയിലെ ഒരേ ഒരു മോണോറെയിൽ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്ത് കാര്യം നിങ്ങൾക്ക് അറിയാം, മെട്രോയിൽ കയറിയാലും നമുക്ക് വീഡിയോ എടുക്കാൻ പരിമിതികൾ ഉണ്ടാവുമല്ലോ യാത്രക്കാരൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മളത് പകർത്തിയിട്ടുണ്ട്. ചെറിയൊരു വീഡിയോ ആണ്. അതെ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ബൈ ബൈ.